ഹലോ എവരിവൺ, നമ്മളിന്നിവിടെ ചെയ്യുന്നത് ഈ കാണുന്ന നെയ്മീൻ ചൂരയുടെ അച്ചാറാണ്. അപ്പോൾ ഈ കാണുന്ന മീനാണ്, നമുക്കിന്ന് ഫ്രഷ് മീനാണ് കിട്ടിയിരിക്കുന്നത്. മീൻ എടുക്കുക, കട്ട് ചെയ്യുക, തലയും മുള്ളും മാറ്റി വയ്ക്കുക. ബാക്കി തോല് കളഞ്ഞ് നമ്മൾ ഈ അതിൻ്റെ പീസുകൾ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി മാറ്റി അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പുരട്ടി മാറ്റി വെച്ചേക്കുകയാണ്. ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളത് മാറ്റി വെക്കണം, കാരണം ഈ അരപ്പ് ഇതിൽ നന്നായിട്ട് പുരണ്ടി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉരുളി എടുക്കുക, നല്ലെണ്ണയിലാണ് ചെയ്യുന്നത്. നല്ലെണ്ണ ഒഴിക്കുക. നമ്മൾ ഈ മാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന പീസുകൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരി മാറ്റുക. ആ ക്രിസ്പിനെസ് എത്ര മുരിവ് വേണം എന്നുള്ളത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഉള്ളത് ആദ്യം ഒരു ഘട്ടം ഇടുക, അത് മാറ്റി വെക്കുക. അടുത്ത ഘട്ടം നമ്മൾ എത്രയാണോ പീസുള്ളത് അത് മാക്സിമം ഇട്ട് പൊരിച്ച് വറുത്ത് കോരി മാറ്റി വെക്കുക. നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എത്രയും സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും അത് കേടാകാതിരിക്കും. ഇപ്പോൾ ഈ അച്ചാറിൽ അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. വിനാഗിരി തന്നെയും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് നാളിരിക്കണം എന്നുള്ളവർ അതിനനുസരിച്ചുള്ള പ്രിസർവേറ്റീവ്സോ ഇല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ആണെങ്കിലും അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം വരും, അതിൻ്റെ ഗുണത്തിലും അതിന് കുറവ് വരും. പിന്നെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ഇത് വീണ്ടും അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉരുളിയിൽ നല്ലെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മുതലായവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറി ആ ഒരു മൂപ്പ് മാറുമെന്ന് പറയും. അപ്പം അതുമാതിരി ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി നമ്മുടെ ആ പീസുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കുടംപുളിയാണ്. നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പെണമ്പുളി എന്നൊക്കെ പറയും. അപ്പോൾ ഈ കുടംപുളി എടുത്തിട്ട് നമ്മളത് വൃത്തിയാക്കുന്നത് നല്ല വെട്ടിത്തിളച്ച വെള്ളത്തിനകത്ത് ഈ കുടംപുളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ നിന്നും കഴുകി എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഡ്രൈനെസ് ആ ഒരു വെറ്റ്നെസ് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു അച്ചാറിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് മല്ലിപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്ത് ഇപ്പം അരപ്പ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നല്ല വെട്ടിത്തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിന് മതി. ഇപ്പോൾ ഇത് മിക്സ് ആയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത് കോരിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. പറ്റുമെങ്കിൽ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ, ഹെൽത്തി ആയിട്ടും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. കാരണം എപ്പോൾ ഈ മീനിൻ്റെ സീസൺ വരുമ്പോൾ വാങ്ങി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഇല്ലാണ്ടുള്ള സമയത്തും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്തേക്ക് വളരെ കുറച്ച് അളവ് മാത്രമേ നമ്മൾ വിനാഗിരി യൂസ് ചെയ്യാനുള്ളൂ. കണ്ടോ, എല്ലാം നല്ല മിക്സ് ചെയ്ത് എല്ലാ കഷ്ണങ്ങളിലും നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു അരപ്പ് തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്, വെളുത്തുള്ളി ആയാലും എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ടേസ്റ്റാണ്. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.